ചങ്ങാതിമാർക്കെല്ലാവർക്കും നമസ്കാരം ഇരിക്കട്ടെ. അപ്പോൾ ഇന്നൊരു കിടുക്കാച്ചി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവൻ്റെ പേരാണ് പാപ്പിടിക്കക്ക. അപ്പോൾ ഇവൻ നോക്കാം. അപ്പം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നേരെ ധർമ്മൂസിൻ്റെ കട കാണുന്നത്. അപ്പോൾ നേരെ വണ്ടി അങ്ങനെ ചവിട്ടി നേരെ കടയിലേക്ക് ഓടിപ്പിടിച്ചങ്ങ് കയറി. ധർമ്മൂസ് ഫിഷ് ഹബ്ബ് നേരെ അങ്ങ് കയറിയപ്പോൾ നിറച്ച് മീനാണ് കിടക്കുന്നത്. ഇതേ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. കടൽ മീനും ആറ്റുമീനും എല്ലാം കിടപ്പുണ്ട്. ഞാൻ നോക്കും ചെമ്മീനും ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് തള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് നമ്മുടെ കക്കയിലേക്ക് നമ്മുടെ കണ്ണങ്ങ് പോയത്. ആഹാ, എന്നാൽ പിന്നെ നേരെ ചേട്ടനോടങ്ങ് പറഞ്ഞു വെച്ചു, ഒരു 2 കിലോ കക്കയും എടുത്തോളാൻ പറഞ്ഞു, വാരിയും എടുത്തോളാൻ പറഞ്ഞു. ചേട്ടൻ ഒന്നും നോക്കുന്നില്ല, നല്ല സ്പീഡിലങ്ങ് സാധനം ചകാന്ന് പറഞ്ഞ് എടുക്കാൻ തുടങ്ങി. എടുത്ത് ഇതുപോലെ വാരിയങ്ങ് എടുത്തിട്ട് നേരെ തൂക്കിക്കോളാൻ പറഞ്ഞു. 2 കിലോ അങ്ങ് ഇരിക്കട്ടെ എന്ന് നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഐസിൻ്റെ പീസൊക്കെ വീഴുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞങ്ങൾ ദൈവന്മാരെ നമുക്കിട്ട് പണി തരുമോ എന്ന് ആദ്യം ഞാൻ വിചാരിച്ചു. പിന്നെ മനസ്സിലായത് അത് മാറ്റി സെറ്റായിട്ട് ചേട്ടന്മാർ നല്ല വൃത്തിയും സെറ്റായിട്ടാണ് അവർ തൂക്കുന്നത്. കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് അവർ തൂക്കിയ ശേഷം നമുക്കൊരു കവറിലൊക്കെ വെച്ച് നല്ല കറക്റ്റായിട്ട് വൃത്തിയും മെനയായിട്ടൊക്കെ കവറിലൊക്കെ വെച്ച് നല്ല കുട്ടപ്പനായിട്ട് സീൽ ചെയ്ത് ആ ബില്ലും എടുത്ത സൈഡിലേക്ക് ഒട്ടിച്ച് തന്നിട്ട് നേരെ ഒരു കവറും കൂടെ വെച്ച് തന്നിട്ട് നമുക്കങ്ങ് തന്നു വെച്ചു. നമ്മൾ അതുമായിട്ട് നേരെ പോയി പൈസയൊക്കെ കൊടുത്ത് നേരെ ഹോട്ടലിലെത്തിയ ശേഷം ഇവനെ ഒന്ന് വൃത്തിയാക്കി ഞെക്കിപ്പിഴിഞ്ഞ് അവൻ്റെ പള്ളയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി നേരെ ഉരുളിയിലേക്ക് ഇട്ടു. ഒരു പ്രാവശ്യം ഓൾറെഡി ഒന്ന് കഴുകിയത് കേട്ടോ, എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി രണ്ടാമതൊന്ന് കഴുകിയേക്കാൻ നോർത്തു. അതിന് വേണ്ടി ആവശ്യത്തിന് വെള്ളം അങ്ങ് കൊടുത്തു. ഇത് കണ്ടില്ലേ, ഇതുപോലെ അങ്ങ് വെള്ളം ഒഴിച്ച ശേഷം നല്ല രീതിയിൽ ഇവനങ്ങ് ഞെക്കിപ്പിഴിഞ്ഞങ്ങ് കഴിയണം. ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴേക്ക് ഇതിൻ്റെ പള്ളക്കകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തരി കടിക്കും. ഇങ്ങനെ അകത്ത് നിന്ന് കഴിയുമ്പോഴേക്ക് തരിയായിട്ട് കടിക്കും. അപ്പോൾ നല്ല വൃത്തിയും മെനയായിട്ടൊക്കെ ഇതുപോലെ കഴുകി സെറ്റപ്പായിട്ട് അടുത്ത പാത്രത്തിലേക്ക് ഇങ്ങനെ വാരി കിട്ടണം. നല്ല രീതിയിൽ വാരി കിട്ടും. കാരണം ഇത് ഇച്ചിരി പാടാണ് വാരി ഇടുക എന്ന് പറയുന്നത്. ആ സമയത്ത് ബാക്കിയുള്ള വ്യൂ ഒക്കെ കണ്ടു, നല്ല കട്ട വ്യൂ അല്ലേ, കാണാനൊക്കെ നല്ല രസമല്ലേ. നല്ല സമയമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്ത് ഇവനെല്ലാം വാരി അങ്ങ് സെറ്റായ ശേഷം ആ ഉരുളി എല്ലാം ക്ലീനാക്കി നീറ്റാക്കി അടുത്തേലേക്ക് ഇട്ടു. എന്നാൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് കഴുകേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളം കൂടെ എടുത്തൊഴിച്ചു. ഇതുപോലെ അങ്ങ് ഒഴിച്ചു. എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു. ഒന്നും കൂടെ അങ്ങ് കഴുകിയേക്കാം, വൃത്തിമനയായിട്ടിരിക്കട്ടെ. കക്കയൊക്കെ അല്ലേ, നല്ല സ്റ്റൈലായിട്ടങ്ങ് കഴുകിയേക്കാം. അല്ല അങ്ങോട്ടും തിരിച്ചും അങ്ങോട്ടും മറിച്ചും ഒക്കെ ആയിട്ടങ്ങ് നല്ല കുട്ടപ്പനായിട്ടങ്ങ് കഴുകിയേക്കാം. കഴുകിയത് സെറ്റാക്കിയിടുക. ശേഷം ജെയിംസ് ബോണ്ട് കാണിക്കുന്ന പോലെ 2 വെടിയപ്പം നടത്തി നേരെ തീ കൊടുത്ത ശേഷം നമ്മൾ നല്ല കുട്ട ഉരുളി കൊണ്ട് നേരെ കൊണ്ടുപോയി അവിടെ ഇങ്ങ് വെച്ചേക്കുക. ഉരുളി ഒന്ന് ചൂടായി സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു, ഒന്നും നോക്കണ്ട. ഒഴിച്ച് എണ്ണ ചൂടായി ഇങ്ങ് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടി ഇതുപോലെ അങ്ങ് വാരി ഇങ്ങ് വിതറിക്കഴിയുമ്പോൾ കടുകൊക്കെ ഇങ്ങ് പൊട്ടും. കടുക് പൊട്ടി സെറ്റായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി, ഇത് കണ്ടില്ലേ, നീളത്തിലോ നിങ്ങൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയോ ഏത് വേണേൽ എടുത്ത് അതിലേക്കിട്ട് നല്ല രീതിയിൽ അങ്ങ് ഉലർത്തുകയോ റോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോൾ ഇവനെ ഇങ്ങനെ വരട്ടിയെടുക്കുക, നല്ല രീതിയിൽ അങ്ങ് വരണ്ടങ്ങ് വരുമ്പോഴേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇതിലേക്ക് ഇങ്ങനെ വാരി അങ്ങ് വിതറിയ ശേഷം അവനെ ഇതുപോലെ തന്നെ വരട്ടിയെടുക്കുക. ഇതുപോലെ അങ്ങ് വരട്ടി നല്ല സെറ്റായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വരട്ടുമ്പം നല്ല മണം വരുന്നു കേട്ടോ. വെളിച്ചെണ്ണയിലും കൂടെ ആകുമ്പോഴേക്കൊരു പ്രത്യേക സ്മെല്ലങ്ങ് വരും. അപ്പോൾ ഇവനങ്ങ് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഇവനിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ കീറിയ പച്ചമുളക് എടുത്ത് അങ്ങ് ഇടുക. കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ സെറ്റായിട്ടങ്ങ് ഇട്ടു. കുറച്ച് വത്തലമുളക് കണ്ടില്ലേ, അവനെയും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് ഉലർത്തിയ ശേഷം സവാള ചെറുതായി എരിഞ്ഞത് ഇങ്ങനെ അങ്ങ് വാരി അങ്ങ് വിതറിയ ശേഷം ഇതുപോലെ ഉലർത്തിയെടുക്കുക. നല്ല രീതിയിലങ്ങ് ഉലർത്തിക്കും. അപ്പോൾ ഇവനെങ്ങ് വാട്ടി ഇങ്ങ് എടുത്ത് കഴിയുമ്പോൾ ഇവൻ ലൈറ്റ് കളറായി വരും. ഈ സവാള എല്ലാം കൂടെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരും, കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതുപോലെ സെറ്റായി കളറൊക്കെ ആയി വരുന്നതും ഇങ്ങനെ അങ്ങ് വരട്ടി നല്ല സെറ്റായി കുട്ടപ്പനാക്കി അങ്ങ് നല്ല കട്ടക്കങ്ങ് എടുത്തോ. ഇവനങ്ങ് സെറ്റായി ഇങ്ങ് വരുമ്പോഴുന്ന സമയത്തേക്ക് നമുക്ക് അവനിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞ് തേങ്ങാക്കൊത്തും അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇവരെല്ലാം കൂടെ ഇട്ടങ്ങ് കൂട്ടി മിക്സ് ചെയ്ത് അങ്ങ് വരട്ടിക്കും. നല്ല വരണ്ടങ്ങ് വരുമ്പോഴേക്ക് ഇതുപോലെ ഇച്ചിരി മഞ്ഞപ്പൊടി വാരി വിതറിയ ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും വാരി വിതറുക. കണ്ടില്ലേ,
അല്ല സ്റ്റൈലായിട്ട് വാരി ഇങ്ങ് വിതറിക്കും. വാരി വിതറിയ ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇതേപോലെ തന്നെ വാരി അങ്ങ് വിതറുക. വിതറി ഇവനെ അങ്ങ് നല്ലവണ്ണം ഒലർത്തിയെടുക്കുക. അതേ നല്ല ഒലർത്ത് മസാല അങ്ങ് റെഡി ആയിക്കുക. കണ്ടില്ലേ, ഇവനങ്ങ് നല്ല രീതിയിൽ അങ്ങ് ഒലർത്തിക്കും, ഒന്നും നോക്കണ്ട. ഇത് ഒലർത്തിയ ശേഷം നേരെ അടുത്തൊന്ന് തീ പിടിപ്പിക്കുക. വേറൊരു ചെറിയ ഉരുളി വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങ് ഒഴിക്കുക. ദേ ഇതുപോലെ വെള്ളം ഒഴിക്കുക. ചങ്ങാതി നല്ല സന്തോഷത്തോടെ വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നോക്കി ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇത് സ്റ്റൈലായിട്ട് അങ്ങ് വാരി വിതറുക. ഇത്ര ഇട്ട ശേഷം ഇവങ്ങ് തിളയ്ക്കും. തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കക്ക ക്ലീനാക്കി വെച്ചിരിക്കുന്ന കക്ക എടുത്ത് ഇതിലേക്ക് എടുത്തിട്ട് മറി പറിക്കുക, ടിപ്പർ ലോറി മറിക്കുന്ന പോലെ. എന്നിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഊറ്റിയെടുക്കുക. ഇതുപോലെ കോരിയെടുത്ത് നേരെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മൊത്തം റെഡിയാക്കി ഇവനെ അങ്ങ് ചെറുതായിട്ടൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കുക. നമ്മൾ കക്കയെ ഇത് സെറ്റാക്കി വാരിയെടുത്ത് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെറ്റാക്കി ഇങ്ങ് വെച്ചു. ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാപ്പിടി മസാലയിലേക്ക് കക്കായ ഇങ്ങ് എടുത്ത് വാരി ഇങ്ങ് വിതറുക. നമ്മളെ ടിപ്പർ ലോറിയിൽ നിന്ന് മറിക്കുന്ന പോലെ അങ്ങ് ഒരു മറിച്ച് ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് വളർത്തുക. അതിൻ്റെ അകത്തിട്ട് ഉരുളിക്കകത്തിട്ട് നല്ല രീതിയിൽ വളർത്തിക്കും. എണ്ണയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങ് വളർത്തി ഇവനൊരു കളറാകുന്ന രീതിയിൽ ശരിയാക്കുക. ശേഷം നമ്മുടെ പാപ്പിടി മസാല കേട്ടോ, ഇതൊരു കിടുക്കാച്ചി മസാല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു കിടുക്കാച്ചി മസാല. ഇതിൻ്റെ അകത്ത് ജീരകവും ഗരം മസാലാസ് ആയിട്ടുള്ള സാധനങ്ങളും, അതായത് ഓൾ ഗരം മസാലാസും ഈ വക സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് പൗഡറാക്കി എടുത്ത സാധനം. ശേഷം ഇതിട്ട ശേഷം കുറച്ച് ബ്ലാക്ക് പെപ്പറും ചില്ലി ഫ്ലേക്സും ഇച്ചിരി സ്പൈസി ഇച്ചിരി കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് ഇതിനെ സെറ്റാക്കി എടുക്കുക. ഈ ബ്ലാക്ക് പെപ്പർ നമ്മൾ കരിമുണ്ടൻ പെപ്പർ ഡ്രൈ ആക്കി പൊടിച്ചെടുത്ത സാധനം കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ കക്കായ കൊണ്ട് പാപ്പിടി കക്കായ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കരിമുണ്ടൻ പെപ്പർ തന്നെയാണ്. ഈ കുരുമുളക് പൗഡറാക്കിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കക്കയ്ക്ക് കൂടുതൽ കളർ കിട്ടാൻ നല്ലതായിരിക്കും. പിന്നെ ശേഷം ഉപ്പ് നോക്കിയിട്ട് വാരി വിതറുക. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം ഉപ്പ് വാരി വിതറാൻ, അല്ലെ പണി വാളുക, വേറെ രൂപത്തിൽ ഭാവത്തിലൊക്കെ ആവും. എന്ന ശേഷം ഇവനെ അങ്ങ് നല്ല രീതിയിലങ്ങ് ഒലർത്തിയെടുക്കുക. ഒലർത്തുമ്പോൾ ആദ്യം ചുമലക്കളറാവും. ചുമലക്കളർ മാറി ബ്ലാക്ക് കളറിലേക്ക് വരുന്ന കാണാം. അപ്പം നമ്മുടെ പാപ്പിടിക്കൊക്കെ ഓൾമോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. ഇനി പാപ്പിടിക്കൊക്കെ സ്മെല്ലും കൂടെ വരുമ്പോൾ നിങ്ങളുടെ കിളി പോവും, ഒരു രക്ഷയും ഉണ്ടാവില്ല. ഇത് വേറെ ലെവൽ കേട്ടോ ചങ്ങാതിമാരെ. അപ്പോൾ ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നല്ല നല്ല കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ തല്ലി പൊട്ടിക്കാനും ഒക്കെ മറക്കരുത് കേട്ടോ. ചങ്ങാതിമാർക്ക് പാപ്പിടി മസാല റെസിപ്പി അറിയണമെങ്കിൽ നേരെ കമൻ്റ് ഇട്ടാൽ മതി, നമ്മൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.